ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ ഉത്സവം കേട്ടോ. രേവതി ഉത്സവമാണ്. കൊയ്പ്പല്ലിക്കാരായ്മ അമ്പലത്തിലെ രേവതി ഉത്സവം. അപ്പം ഞങ്ങൾ കെട്ടുകാഴ്ച കാണാനായിട്ട് ഞാനും കുഞ്ഞാപ്പൂവും കുഞ്ഞുണ്ണിയും കൂടെ ഇറങ്ങി. ഇതാണ് കുഞ്ഞാപ്പൂ. അപ്പോൾ ഇങ്ങനെ ഇത് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇറക്കി എന്നിട്ട് കുഞ്ഞുണ്ണി. അപ്പം ഞങ്ങളിങ്ങനെ പോകാനായിട്ട് നടന്നു പോകാനാണ്. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കും. ഞങ്ങൾ പിന്നെ സ്ഥിരം പോകുന്നതാണ് അമ്പലത്തിൽ. മനസ്സിൽ നടന്നൊക്കെ പോകണം, വലിയ ഇഷ്ടം. പിള്ളേരൊക്കെ അങ്ങ് നടന്നോളൂ അങ്ങ്. ഇത് ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട് രണ്ടാമത്തെ കുതിരയാണ്. അത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കുതിരയെ കണ്ടു. എൻ്റെ മോൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഇതിനേക്കാളൊരു ചെറുതുണ്ടായിരുന്നു, അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ അടുത്ത് നിൽക്കുന്നു. പിന്നെ ഇച്ചിരിയും കൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് കണ്ട 4 പാടൊന്നും വന്നുകൊണ്ടേയിരിക്കുന്ന കുതിര. ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അമ്പലത്തിൽ കെട്ടുകാഴ്ചകൾ കാണാൻ പോകുന്നത്. മക്കൾക്ക് വലിയ ഇഷ്ടമാണ്. ഈ വർഷത്തെ ആദ്യത്തെ ഉത്സവമാണ്. കാരണം കുംഭവാർണിക്ക് പോകാൻ പറ്റിയില്ല. ചെട്ടികുളങ്ങര കുംഭവാർണിക്ക് ആശിച്ചിരുന്നിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതിന് ഞങ്ങൾ നേരത്തെ അങ്ങ് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് അങ്ങ് ഇറങ്ങിയാണ്. ഞാൻ കുതിരയെ കൊണ്ടുവരുന്നത് അമ്പലത്തിനടുത്ത് ഞങ്ങൾ ഏകദേശം എത്താറായി. അപ്പോൾ അമ്പലത്തിനടുത്തോട്ട് ഇങ്ങനെ പോകുന്തോറും കുറേ കുതിരകളെ ഇങ്ങനെ ഓരോ കരക്കാരുടെ ഇങ്ങനെ കൊണ്ടുവരും. കര കണക്കല്ല, ഓരോ ആൾക്കാരുടെ കണക്കാണ്. അങ്ങനെ അമ്പലത്തിൽ നല്ല രസമുണ്ടായിരുന്നു. അമ്പലത്തിൽ അകത്ത് ഒരു അലങ്കാരങ്ങളും. അത് തൊഴാൻ നിന്നപ്പോഴത്തേക്ക് കണ്ട മക്കൾക്ക് ഐസ്ക്രീം വേണം. കുറേ നേരമായിട്ട് കിടന്ന് ബഹളം ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ അവർക്ക് ഓരോ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് വെച്ചിരുന്നു. ഒരുപാട് കടകളൊന്നുമില്ല. പിന്നെ കുറച്ചിങ്ങനെ പാനിപ്പൂരി, പിന്നെ മറ്റേ കടലയുടെ ഒരു സംഭവം ഉണ്ടല്ലോ, അത്. കുഞ്ഞാപ്പൂ ഏറ്റവും ആസ്വദിച്ചും കഴിക്കുവാണ്. പിന്നെ കുഞ്ഞുണ്ണിക്ക് അവനാർക്കും കൊടുക്കത്തുമില്ല, അവർ ഒട്ട് കഴിക്കത്തുമില്ലല്ലോ, ഇങ്ങനെ കളയുവാണ്. അപ്പോൾ എൻ്റെ അമ്പലത്തിൽ ഞങ്ങളിട്ട് കയ്യൊക്കെ കഴുകി പോയി അമ്പലത്തിൽ പോയി കഴുകി. അത് അതിമനോഹരമായ അമ്പലച്ചുണ്ടിയായ കെട്ടുകാഴ്ചയാണ്. മറ്റേ